ഹലോ ഗൈസ്, ദിസ് മാസൻ ഹിയർ. ജോഗ്രഫിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ പഠിച്ചാലോ? മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചാണ്, ഇൻറ്റീരിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഏതാണ്? 3 types of seismic waves are generated by an earthquake. 3 തരത്തിലുള്ള സീസ്മിക് വേവ്സ് ഒരു എർത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്, അല്ലേ? പലതരത്തിലുള്ള എർത്ത് ഉണ്ടാവാറുണ്ട്. വിച്ച് എമംഗ് ദിസ് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് മെൻഷൻ ഇറ്റ്സ് ക്യാരക്ടേഴ്സ്. 3 തരം ഭൂകമ്പ തരങ്ങളുടെ വേദിയിൽ ഏതാണ് കൂടുതൽ എഴുതുക, സവിശേഷത ചുരുക്കി എഴുതുക എന്ന് പറഞ്ഞത്. 3 പ്രധാനപ്പെട്ട ഭൂകമ്പങ്ങളുടെ തരംഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ബോഡി തരംഗങ്ങൾ, അല്ലേ? ഓക്കെ, അപ്പോൾ ബോഡി തരംഗങ്ങൾ തന്നെ നമുക്ക് പി വേവ്സ്, എസ് വേവ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം അത് സർഫസ് തരംഗങ്ങളായി പോകുന്നു, അല്ലേ? ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഭൂകമ്പമാണെങ്കിൽ മാത്രം, ടെക്ടോണിക് ഭൂകമ്പങ്ങളാണെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഭൂകമ്പങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഈ ഒരു പോയിന്റ്സിലൂടെ ഒന്ന് കടന്നു പോവുകയും കൂടെ ചെയ്യാം. നോക്കൂ, ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ് ഒന്നാമതെന്ന് പറയുന്നത്. ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്സ്, നമ്മുടെ ഫലകാതിർത്തികൾ അവിടെ സംഭവിക്കുന്നതാണത്. എന്താണെന്ന് വെച്ചാൽ ടെക്ടോണിക് earthquakes ആർ ദ മോസ്റ്റ് കോമൺ വൺസ്. ദേ ആർ ക്യാരിഡ് ബൈ ദ സ്ലൈഡിങ് ഓഫ് റോക്സ് അലോങ് ഫോൾട്ട് പ്ലെയിൻ. കണ്ടല്ലോ, ഇതെവിടെയാണ് ഉണ്ടാവുക? ഫോൾട്ട് പ്ലെയിനിലൂടെ, അതായത് പാറകൾ പിളർന്ന പ്രദേശങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നത്. അവ നിരങ്ങി നീങ്ങുന്നത് മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ്. ആ ഒരു പിന്നെ ഫലകാതിർത്തികളിലെ പാറകൾ ചെറുതായിട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെക്ടോണിക് earthquake എന്ന് നമ്മൾ വിളിക്കുന്നത്. then അതുപോലെ മറ്റൊന്നാണ് വോൾക്കാനിക് earthquake എന്ന് പറയുന്നത്. വോൾക്കാനിക് earthquakeന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, വോൾക്കാനിക് എക്സ്പ്ലോഷൻ പ്രൊഡ്യൂസസ് വോൾക്കാനിക് earthquake. എന്താണ് ഇത് ഉണ്ടാക്കുന്നത്? വോൾക്കാനിക് എക്സ്പ്ലോഷൻ എവിടെയുണ്ടോ, അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനം എവിടെ നടക്കുന്നോ അവിടെയാണ് ഇത്തരത്തിലുള്ള വോൾക്കാനിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇവ occur only in areas where active volcanoes are present. നോക്കൂ, ആക്റ്റീവ് വോൾക്കാനോ എവിടെയുണ്ടോ അവിടെ മാത്രമേ വോൾക്കാനിക് earthquakes ഉണ്ടാവുള്ളൂ. വെറുതെ എവിടെയെങ്കിലും ഉണ്ടാവില്ല. ആക്റ്റീവ് വോൾക്കാൻ എവിടെയെങ്കിലും പൊട്ടാൻ സാധ്യത ഉള്ളതായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ഇതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് കൊലാപ്സ് earthquake എന്ന് പറയുന്നത്. കൊലാപ്സ് earthquakeന്റെ പ്രത്യേകത, വെൻ റൂഫ്സ് ഓഫ് അണ്ടർഗ്രൗണ്ട് മൈൻസ്, ആണല്ലോ, ഖനികളുണ്ടാവും. ഇപ്പോൾ കൽക്കരി ഖനിയൊക്കെ ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ച് കൽക്കരി ഖനി, സ്വർണ്ണ ഖനികളൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരം ഖനികളുടെയൊക്കെ മേൽക്കൂരകൾ, റൂഫുകൾ തകർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കുഴിച്ച് താഴേക്ക് പോകും. ഇപ്പോൾ ഭൂമിയുടെ സർഫസ് ആണെന്ന് വിചാരിച്ചു. ഈ സർഫസിൽ നിന്ന് താഴേക്ക് കുഴിയിട്ട് താഴെ എവിടെയോ ഈ കുഴി ചെന്നിട്ടുണ്ടാവും. ഇതിലൊക്കെ ആയിരിക്കും മനുഷ്യർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ മനുഷ്യർ വർക്ക് ചെയ്യുന്ന ഈ കുഴികളുടെ ഈ റൂഫ് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഈ മുകൾ പ്രദേശത്തിൻ്റെ മേൽഭാഗമൊക്കെ ഇതുപോലെ താഴേക്ക് താഴ്ന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഭൂമികുലുക്കത്തിന് സാധ്യതയുണ്ടാകും. അത്തരം ഭൂമികുലുക്കങ്ങളെയാണ് നമ്മൾ കൊളാപ്സ് earthquake എന്ന് വിളിക്കുന്നത്. ദെൻ എക്സ്പ്ലോഷൻ earthquakeലുണ്ട്, സ്ഫോടന ഭൂകമ്പങ്ങളുണ്ട്. സ്ഫോടന ഭൂകമ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ന്യൂക്ലിയർ ഓർ കെമിക്കൽ ഗാഡ്ജറ്റ്സ് എക്സ്പ്ലോഡ്, പലതരത്തിലുള്ള ഇപ്പോൾ ബോംബ് ഇടുന്ന സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജപ്പാനിൽ അണുബോംബ് വർഷിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളൊക്കെ. ഈ ദുരന്തങ്ങളുണ്ടായ സമയത്ത് ജപ്പാനിൽ ഒരു ഭൂകമ്പം നടന്ന പ്രതീതിയായിരുന്നു. കാരണം ഭൂമിയൊക്കെ കെട്ടുകിട്ടാ വിറച്ചിട്ട് കെട്ടിടങ്ങളൊക്കെ തകർന്ന സാഹചര്യം ഉണ്ടായില്ലേ. അത് എക്സ്പ്ലോഷനുകൾ ഇത്തരത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഇത്തരത്തിൽ earthquake ഉണ്ടാകാനുള്ളൊരു സാഹചര്യം അവിടെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. earthquake occur, അതാണ് earthquake അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദേ ആർ നോൺ ആസ് എക്സ്പ്ലോഷൻ earthquake. അങ്ങനത്തെ അത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലോഷൻ earthquake എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ റിസർവോയർ ഇൻഡ്യൂസ്ഡ് earthquake ഉണ്ട്. റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസംഭരണികൾ, അല്ലേ? ജലസംഭരണികൾ. ഇപ്പം നമ്മൾ ഡാമുകൾ എന്ന് പറയില്ലേ. അപ്പോൾ ഡാമുകൾ ഒരു തരത്തിൽ
നമ്മുടെ ഭൂമികുലുക്കത്തിന് കാരണമാകാറുണ്ട്. എങ്ങനെയാണ് ഡാമുകൾ കാരണമാകുക? റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വിക്സ് വെൻ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ആർ സ്റ്റാൻഡ് ഇൻ റിസർവോയേഴ്സ് എർത്ത് ക്വിക്സ് ഒക്കർ ഇൻ സച്ച് ഏരിയാസ്. ദീസ് ആർ കോൾഡ് റിസർവോയർസ്. അതായത് ഒരു വലിയ അളവിലുള്ള ജലം നമ്മുടെ റിസർവോയറുകളുണ്ട്, അതിന് താങ്ങാവുന്നതിനപ്പുറമാണ്, അത് വലിയ പ്രഷർ ചെലുത്തും. ആ ഒരു ഡാമുമായിട്ട് ഈ വെള്ളം വലിയ തോതിൽ പ്രഷർ ഉണ്ടാക്കും. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ എന്ത് ചെയ്യാം, അവിടെ ഭൂമി കുലുക്കത്തിനുള്ള അത്രയും വലിയ പ്രഷർ അവിടെ ഉള്ളതുകൊണ്ട് ആ പ്രഷർ കാരണം അവിടെ എർത്ത് ക്വിക്ക് ഉണ്ടായേക്കാം. അത് ഈ ഒരു റിസർവോയർ പൊട്ടാനും അതുമൂലം വലിയ അപകടങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കും. അതാണ് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വിക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് on the 3 different layers of the earth. See, നമ്മളെ എർത്തിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ ഇൻറ്റീരിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ 3 പാളികളെ കുറിച്ച് എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് മനസ്സിലാവാൻ ആദ്യം ഞാൻ ആ പാളികളുടെ പേര് എഴുതി തരാം. ഒന്നാമത്തെ പാളി എന്ന് പറയുന്നത് ഏതാണ്? അവിടെ ക്രസ്റ്റാണ്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രസ്റ്റാണ്. പുറക്കാമ്പ് എന്താണ് പറയുക നമ്മൾ? ക്രസ്റ്റ് നമ്മളെന്താ പറയുക? പുറന്തോട് അല്ലേ? പുറന്തോട് അല്ലെങ്കിൽ പുറന്തോട് എന്ന് പറയാം. ദെൻ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാൻഡിലാണ്. മാൻഡിൽ എന്ന് തന്നെയാണ് നമ്മൾ പറയുക കേട്ടോ. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോറാണ്, കാമ്പാണ്. ഓക്കെ, കാമ്പ്, മലയാളത്തിൽ അതിനെ കാമ്പ് എന്ന് നമ്മൾ വിളിക്കും. ഇതിനൊക്കെ സബ് ബ്രാഞ്ചസ് ഉണ്ട്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം പറയാം. ഇനി ഇതിൻ്റെ ഒരു ചെറിയ പിക്ചറും കൂടെ ഞാൻ വരച്ചു തരാം. ശ്രദ്ധിച്ചോ, നോക്കൂ. ഇങ്ങനൊരു പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് ഐസ്ക്രീമിൻ്റെ ഇതാണെന്ന് തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗമാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നോക്കൂ, നമ്മുടെ പുറന്തോടെന്ന് പറയുന്ന ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതൊരു ഭാഗമുണ്ട്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാൻഡിൽ എന്ന് വിളിക്കുന്നത്. ദെൻ മൂന്നാമതൊരു ഭാഗമുണ്ട്, അതാണ് കോർ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഈ ക്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ നമുക്ക് സിയാൽ എന്ന് പറയാം. സിയാൽ കണ്ടോ? ഇത് നമുക്ക് സിമ എന്നും പറയാം. എന്താണ് സിമ? മുകളിലുള്ള ഭാഗം അഥവാ കോണ്ടിനെൻ്റലായിട്ട് കിടക്കുന്ന ഭാഗം, കരഭാഗമായിട്ട് കിടക്കുന്ന ഭാഗത്ത് നമ്മൾ സിയാൽ എന്ന് പറയും. ഭൂമിയിലെ ജലമായിട്ട് കിടക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് പറയും? സിമ എന്നും പറയും. കടലായിട്ട് കിടക്കുന്ന, സമുദ്ര ഭൂവൽക്കമായിട്ട് കിടക്കുന്നതിനെ സിമ എന്ന് നമ്മൾ പറയും. ദെൻ മാൻഡിലിനെയും നമ്മൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. മാൻഡിൽ രണ്ടായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് അപ്പർ മാൻഡിൽ, അപ്പർ മാൻഡിൽ എന്ന് പറയാം, അഥവാ ഉപരി മാൻഡിൽ എന്ന് പറയാം. ഇതിനെ നമുക്ക് ലോവർ മാൻഡിൽ അഥവാ കീഴ് മാൻഡിൽ എന്ന് പറയാം. മലയാളത്തിൽ കീഴ് മാൻഡിൽ എന്നും പറയാം. ദെൻ ഇനി കോറുണ്ട്. കോറിന് നമുക്ക് ഇതിനെ പുറക്കാമ്പ് എന്ന് പറയാം, അഥവാ ഔട്ടർ കോർ എന്ന് പറയാം, അഥവാ പുറക്കാമ്പ് എന്ന് പറയാം. ഇതാണ് ഏറ്റവും അകത്തുള്ള ഭാഗം. അതുകൊണ്ട് ഇതിനെ അകക്കാമ്പ് അഥവാ ഇന്നർ കോർ എന്നും പറയാം. അകക്കാമ്പ് എന്നും പറയാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഇൻറ്റീരിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്നും കൂടെ, ഏറ്റവും പുറമേയുള്ള ഭാഗം ക്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പുറമേയുള്ള ഭാഗം ഒരു കേക്ക് പീസിൻ്റെ ഏറ്റവും പുറമെ നമ്മൾ ടോപ്പിംഗ് ചെയ്യുന്ന ഭാഗമില്ലേ, സ്ട്രോബെറി ഒക്കെ വെച്ച് അല്ലേ, നെയിമൊക്കെ എഴുതി ആ ഭാഗമില്ലേ, ആ ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ കേക്കിൻ്റെ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ക്രീമായിട്ടുള്ള ഭാഗം ഉണ്ടാവും, കുറച്ച് നമ്മൾ ഇതായിട്ട് കിടക്കുന്ന നമ്മുടെ കേക്കിൻ്റെ നമ്മുടെ ബണ്ണായിട്ട് കിടക്കുന്ന ഭാഗം ഉണ്ടാവും അല്ലേ. അപ്പോൾ രണ്ട് ഭാഗം ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ കരഭാഗമായിട്ട് കാണുന്ന ഭാഗത്ത് നമ്മൾ സിയാൽ എന്ന് വിളിക്കും. ജലമായിട്ട് കാണുന്ന വാട്ടർ കോണ്ടൻ്റുള്ള പിന്നെ സമുദ്രഭാഗമായിട്ട് കാണുന്നതിനെ സിമ എന്ന് നമ്മൾ വിളിക്കും. ഇനി അതിൻ്റെ താഴേക്ക് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലെയർ കാണാം.
കേക്കിന് ലെയർ ഉണ്ടാവില്ലേ, രണ്ടാമത്തെ ലെയർ കാണാം മാൻഡിൽ. മാൻഡിലിൽ തന്നെ നമുക്ക് അപ്പർ മാൻഡിലുണ്ട്, ലോവർ മാൻഡിലുണ്ട്. അതിൻ്റെ താഴെ ഒരു ലെയർ ഉണ്ട്, ആ ലെയറാണ് കോർ എന്ന് പറയുന്നത്. കോർ എന്ന് അഥവാ കാമ്പ് കേട്ടോ, നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. കോർ എന്ന് പറഞ്ഞാൽ കാമ്പ്. കാമ്പിന് നമ്മൾ രണ്ടാക്കി, ഔട്ടർ കോറും ഇന്നർ കോറും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സോ ഇതിനെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും കൂടെ വേണം. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. ഏത് ക്രസ്റ്റാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഗ്രേറ്റ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി. ഏറ്റവും പുറമേയുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഉറപ്പും കാഠിന്യവും ഉള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ ഉറപ്പും കാഠിന്യമുള്ളത്. പുറന്തോടിൻ്റെ കനം അഥവാ തിക്നെസ് ഒരിക്കലും എല്ലായിടത്തും ഒരുപോലെയല്ല. ഇൻ കോണ്ടിനെൻ്റൽ ഏരിയ, കോണ്ടിനെൻ്റൽ ഏരിയയിൽ ഇത് 30 മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റിനകത്ത് ഇത് 5 മുതൽ 10 വരെ കിലോമീറ്റർ മാത്രമേ ഇതിന് തിക്നെസ് ഉള്ളൂ. തിക്നെസ് കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെ സിയാലും സിമയുമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി മാൻഡിലേക്ക് വരാം. ബിലോ ദ എർത്ത്സ് ക്രസ്റ്റ്, എർത്തിൻ്റെ ക്രസ്റ്റ് നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 2900 കിലോമീറ്റർ താഴ്ചയുണ്ട്. ആർക്ക്? നമ്മുടെ മാൻഡിലിന് 2900 കിലോമീറ്റർ താഴ്ചയുണ്ട്, താഴോട്ടുണ്ട്. മാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് മാൻഡിലിൻ്റെ ഭാഗമാണ്. മറ്റുള്ള ഭാഗങ്ങളെക്കാളൊക്കെ കൂടുതൽ മാൻഡിലിൻ്റെ ഭാഗമാണ് നമുക്ക് ഉള്ളത്. ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 83%. നമ്മുടെ ഭൂമിയുടെ 83% ഭാഗവും മാൻഡിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന് എസ് വേവ്സ് കടത്തിവിടാനൊക്കെ കഴിയും. ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത് കോറാണ്. കാമ്പ് എന്ന് പറയുന്ന ഭാഗമാണ്. ഈ 2900 കിലോമീറ്റർ മാൻഡിൽ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ഭാഗവും താഴോട്ട് അങ്ങോട്ട് പിന്നെ കോറാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇവിടെ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആണ് ഇതെന്ന് പറയുന്നത്. നിക്കൽ ആൻഡ് ഇരുമ്പ്, അയൺ, നിക്കൽ. ഓക്കെ, നിക്കലും ഇരുമ്പും അടങ്ങിയുണ്ട്. അയൺ നമ്മൾ ഫെറം എന്നാണ് വിളിക്കുക. അതിനെ നിഫെ എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. നിക്കൽ, ഫെറം എന്നുള്ള രണ്ട് മൂല്യങ്ങൾ കാര്യമായിട്ടുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് നിഫെ എന്ന പേരും നമ്മളിതിനെ വിളിക്കാറുണ്ട്. കാമ്പ് എന്ന് പറയുന്ന പോലെ തന്നെ നിഫെ എന്ന് നമ്മളിതിനെ വിളിച്ച് കാണാറുണ്ട്. സയൻസ് ആർട്ടിക്കിളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ കോർ എന്ന് പറയുന്നതിന് പകരം ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക നിഫെ എന്നുള്ളതായിരിക്കും. അത് അവിടുത്തെ കെമിക്കൽ കണ്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു നിക്കലിനെയും ഫെറത്തെയും, ഫെറം എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, എന്ന രണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. മറക്കാതെ ഇതിൻ്റെ ബാക്കി മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ മറക്കാതെ ലൈവ് അറ്റൻഡ് ചെയ്യുക. എല്ലാ ദിവസത്തെ ലൈവും മോർണിംഗിലെ ലൈവ് അടക്കം അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തുക. സോ ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. ഓക്കെ.